ഓക്കെ ഗൈസ്, അങ്ങനെ 2024 ഓണം വന്നെത്തി. എനിക്ക് ഇപ്രാവശ്യം ഓണമൊന്നുമില്ല. എന്നാലും ഒരു കണ്ടൻറ് ക്രിയേറ്ററോ യൂട്യൂബറോ എന്ന നിലയിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഓണവുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു വീഡിയോ വേണ്ടേ. അപ്പം ഞാൻ കരുതി ഒരു കുട്ടി മേക്കപ്പ് ലുക്ക് ആവാമെന്ന്. എനിക്ക് ശരിക്കും ഓണാഘോഷം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ എന്താഘോഷം വരികയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും ആഘോഷിക്കുക. ഒരുമിച്ച് വന്ന് ഒരു വീട്ടിൽ സദ്യ ഉണ്ടാക്കി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഗെയിം കളിച്ച് ഫോട്ടോ എടുത്ത് കൗണ്ടർ പറഞ്ഞ് ട്രോളി ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു. ഇപ്രാവശ്യം ഓണമല്ല. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓണം എപ്പോഴും ഉഷാറാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛമ്മ വേണം. ഞങ്ങളുടെ അച്ഛമ്മേനെ നഷ്ടപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഓണമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഓണം ഒരു ഉഷാറില്ല. ഇനി ഒരു 100 ഓണം വന്നാലും അച്ഛമ്മയുള്ളപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഓണത്തിൻ്റെ അത്രയുള്ള ഉഷാർ ഇനി അങ്ങോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാലേ വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛമ്മേനെ നഷ്ടപ്പെട്ടു എന്നുള്ളത്. കാരണം അയ്യോ, ശരിക്കും ഒരു നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇല്ലേ എന്നൊരു മൈൻഡാണ്. കാരണം അച്ഛമ്മയും ഞാനും കൂടെ ഭയങ്കര അടിപൊളിയാണ്. രാവിലെ എണീക്കും, അച്ഛമ്മ തന്നെ പഴയ മുണ്ട എടുക്കുക, ഞാൻ സമ്മതിക്കില്ല, പുതിയ മുണ്ടെടുക്കും. ഞാൻ അവിടെ പിന്നൊക്കെ കുത്തി കൊടുക്കും. അച്ഛമ്മ വന്ന് ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്യും, ഫ്രണ്ടിൽ വന്നിരിക്കും, പിന്നെ പൂക്കളിടുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര കച്ചറയാണ്. അച്ഛമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി, എനിക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈനൊക്കെ വരച്ചിടണം. പക്ഷെ എന്നാലും അതൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നു. ഒരു പാട്ടുണ്ടാവും അച്ഛമ്മേൻ്റെ വക, ഓണത്തപ്പൻ ഉണ്ടാക്കുന്നതുണ്ടാവും, എല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നു. ഇനി എത്ര ഓണം വന്നാലും അന്നത്തെ ഓണത്തിൻ്റെ രസമൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ പറഞ്ഞ് ഇതിലേക്കോ പോയിട്ടുണ്ട്. വീഡിയോ കണ്ടാൽ അറിയാലോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ കുട്ടി മേക്കപ്പ് വീഡിയോസാണ്. കാരണം നമുക്ക് പറ്റുന്നിടത്തോളം കാലം നമ്മളുടെ ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കണം. ഫാമിലീൻ്റെ കൂടെ ആഘോഷിക്കുമ്പോൾ കിട്ടുന്ന സുഖമൊന്നും വേറെ എവിടെ പോയി ഓണം ആഘോഷിച്ചാലും കിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു സിംഗിൾ ഓണമാണിത്. എന്താണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഓണവിശേഷം? എല്ലാവരും അടിച്ചു പൊളിച്ചോ ഓണം? അപ്പോൾ ഇപ്രാവശ്യം സദ്യയുമില്ല, അരവങ്ങളും ഇല്ല, ഒന്നുമില്ല. ഓണം ദിവസം സാധാരണ ഒരു ദിവസം പോലെ അങ്ങ് പോവും. എന്നാലും നിങ്ങളെല്ലാവരുടെയും ഓണം അടിപൊളിയാവട്ടെ. പൂവിടാനും പുതിയ ഓണക്കോടി വാങ്ങാനും അന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കാനും ഒക്കെ പറ്റട്ടെ എന്ന് പറഞ്ഞു. നമ്മളുടെ ലൈഫിൽ ഏറ്റവും നല്ല കാര്യങ്ങളെന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ ഡേയ്സ് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ അടിച്ചു പൊളിക്കുക. പിന്നെ അതൊന്നും ഇല്ലാണ്ടാവുമ്പോഴാണ് ആ ദിവസത്തിൻ്റെ എന്താ പറയുക, ആ ദിവസം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യുബിൾ ആണ് എന്ന് മനസ്സിലാവാം. ഓക്കെ ഗൈസ്, നിങ്ങൾ എൻജോയ് ചെയ്തു ഈ കുട്ടി വീഡിയോ എന്നാണ് തോന്നുന്നത്. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ ബൈ ആൻഡ് ഹാപ്പി ഓണം.